ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. കേട്ടില്ല പാട്ട് അല്ലേ? ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കുന്നത് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ആ പച്ചിപ്പുണ്ടല്ലോ, എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ആ പച്ചിപ്പ്, ആ മരങ്ങളും ആ തെങ്ങുകളും കാണുന്ന ആ സന്തോഷം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് പല ഘട്ടത്തിലും. ആ സമയത്ത് എന്നോട് ഡോക്ടർ ഷംസുദ്ദീൻ സാറും മനോജ് സാറും ചോദിച്ചു, നാട്ടിൽ ഒരു അവസരം കിട്ടിയാൽ ചെയ്യില്ലെന്ന് ചോദിച്ചു. ആഴ്ചയിൽ 2 ലക്ഷം രൂപ വരുമാനം, മാസത്തിൽ 10 ലക്ഷം, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പറ്റും. സാറിനോട് ഞാൻ സാറ് ഞാൻ ലീവിന് വന്നാണ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, തിരിച്ചു പോവേണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നാട്ടിൽ നിൽക്കണമെന്ന് ഷെഫീഖിന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഏതൊരു പ്രവാസിയോടും നാട്ടിൽ നല്ലൊരു അവസരം കിട്ടിയാൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ചെയ്യില്ലെന്ന് പറയുമോ? എന്ത് പറയും? ചെയ്യുമെന്ന് പറയും. ഞാനും അങ്ങനെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് തുടങ്ങുന്ന ബിസിനസിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. എന്തൊക്കെയാ നാട്ടിൽ വന്ന് തുടങ്ങുന്ന ബിസിനസ്സുകൾ? 1 ബേക്കറി, 2 കുഴിമാന്തി കട. കുഴിമാന്തി ഇല്ലേ? എന്താ കുഴിമാന്തി അറിയില്ലേ? കുഴിമന്തി കട എവിടെ നോക്കിയാലും ഏതൊക്കെ തരത്തിലുള്ള മന്തിയാണോ എനിക്കറിയത്തില്ല അല്ലേ? അങ്ങനെയുള്ള കടകൾ, ടെക്സ്റ്റൈൽസുകൾ, പലചരക്ക് കടകൾ, അങ്ങനെ തുടങ്ങിയുള്ള പല പല ബിസിനസ്സുകളും ചെയ്യുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളോട് ഒരാൾ ഒരു ബിസിനസ് പറയുമ്പോൾ 100ൽ 50% സാധ്യത മാത്രമുള്ള ഒരു ബിസിനസ് ആണ് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിസിനസ് നമുക്ക് തുടങ്ങണോ? തുടങ്ങാമോ? വേണ്ട. ഇവിടെയോ തുടങ്ങണോ? 100ൽ 75% സാധ്യതയുള്ള ബിസിനസ് തുടങ്ങണോ? വേണ്ട. 90% സാധ്യതയുള്ള ബിസിനസ് വേണ്ടേ? അത് വേണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ഓരോരുത്തരും തുടങ്ങിയ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി 100ൽ എത്ര ശതമാനം സാധ്യതയുണ്ട്? 100ൽ 100% സാധ്യതയുള്ള ഈ ബിസിനസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്? ഞാനും ആ സാധ്യത മനസ്സിലാക്കി ഈ ബിസിനസ് ആരംഭിച്ചു. ആലപ്പുഴയിൽ തുടങ്ങിയ ബിസിനസ് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ബിസിനസ് ഡെവലപ്പ് ചെയ്തപ്പോൾ എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോൾ എനിക്ക് 1-2 ഭാഷകൾ കിട്ടി, ഭാഷകൾ അറിയാൻ പറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊന്ന് മാറി കളിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഏകദേശം 9ഓളം സംസ്ഥാനങ്ങളിൽ ശക്തമായ ടീമിനെ ഡെവലപ്പ് ചെയ്ത് ബിസിനസ് ചെയ്യും. ഇതൊരു സാധാരണ ഓപ്പർച്യൂണിറ്റി അല്ല പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ പല ആളുകളും പ്രോഡക്റ്റിനായി നമ്മുടെ പല അസുഖക്കാരുടെ പുറകെ ഓടുമ്പോൾ നമ്മൾ കൃത്യമായ ആളുകളെ ഫോക്കസ് ചെയ്ത്, ഇപ്പൊ മണികണ്ഠ സാറ് പറഞ്ഞ പോലെ സെലക്ഷൻ പെർഫെക്റ്റ് ആയാൽ 100% നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ സാധിക്കും. സെലക്ഷൻ എങ്ങനെയാണ്? ഒന്നാമതായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ജോലി അന്വേഷിക്കുന്ന ആളുകൾ കൃത്യമായി നമ്മുടെ നാട്ടിലുണ്ടോ? അതേ ഉള്ളൂ ഇല്ലേ? പഠനം കഴിഞ്ഞു, വലിയ വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ജോലി അന്വേഷിക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് സെലക്ട് ചെയ്യാം. രണ്ടാമത്, മെച്ചപ്പെട്ട അവസരം. ഞാനൊരു മെച്ചപ്പെട്ട അവസരം അന്വേഷിക്കുന്ന ആളായിരുന്നു. എന്തുകൊണ്ടാണ്? സൗദിയിലാണ് ജോലി, നല്ല സാലറി ഉണ്ടെങ്കിലും നാട്ടിൽ നല്ലൊരു മെച്ചപ്പെട്ട അവസരം ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരാൻ സാധിച്ചു എന്റെ ആപ്പിലെ ലീഡേഴ്സ് ആളുകൾക്ക്. അപ്പോൾ മെച്ചപ്പെട്ട അവസരം അന്വേഷിക്കുന്ന ആളുകൾക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ കാറ്റഗറി,